മാഹാത്മ്യത്തിലെ യാഗോത്സവ സന്നിധാനത്തേക്കുള്ള ഈ തീർത്ഥാടനം അത്യപൂർവമായ അനുഭവമായി മാറാതിരിക്കുന്നതെങ്ങനെ? സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമാണ് പ്രകൃതിയുടെ തനത് ഭാവം. വൈശാഖോത്സവത്തിലും തെളിയുന്നത് ആ ദർശനം തന്നെ. നീരെഴുന്നള്ളത്ത്, തിരുവോണാരാധന, യാഗശാല പൊളിക്കൽ എന്നിവയെല്ലാം പ്രകൃതിയുടെ ഈ തത്വം തെളിഞ്ഞു കാണാം. കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് പെരുമഴക്കാലത്ത് യാഗോത്സവത്തിനെത്തുന്നത് ഏറെ യാതനകൾ സഹിച്ചു വേണം. പക്ഷേ ആ യാതനകളെല്ലാം അനുഗ്രഹമായി മനസ്സിൽ സൂക്ഷിച്ചാണ് ഓരോ തീർത്ഥാടകനും കൊട്ടിയൂരിലെത്തുന്നത്. ബാവലിപ്പുഴയിലിറങ്ങി മുട്ടോളം വെള്ളത്തിൽ നനഞ്ഞ് അക്കരെ ദർശനം നടത്തുമ്പോൾ ആനന്ദാതിരേകത്താൽ ഭക്തഹൃദയങ്ങൾ നിറഞ്ഞു കവിയുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയും ശ്രീ പാർവതി ദേവിയുടെയും ശ്രീ മഹാലക്ഷ്മി ദേവിയുടെയും സംഗമവേദിയാകുന്ന മഹോത്സവ നാളുകളിൽ ഒരു ദിനമെങ്കിലും പങ്കുചേരാൻ കൊതിക്കാത്തവരാരും.